ദൈവതിരുനാമത്തിന് മഹത്വം. വീണ്ടും ഒരു വർഷത്തെ കൂടി എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷത്തെ താഴ്ചകളും വീഴ്ചകളും കുറവുകളും ഒക്കെ തിരുത്തി ഒരു പുതിയ വർഷത്തേക്ക് മുന്നോട്ട് പോകുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. ജാനുവരി എന്ന വാക്ക് ഉണ്ടായത് ജാനസ് എന്ന ദേവൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് കണ്ണുകൾ മുന്നിലേക്കും രണ്ട് കണ്ണുകൾ പിന്നിലേക്കും നോക്കി നിൽക്കുന്ന ജാനസ് ദേവനെ പറ്റിയുള്ളതാണ് ഐതിഹ്യം. അതായത് മുന്നിലോട്ട് നോക്കി നമ്മുടെ പിന്നിലുള്ള വർഷങ്ങളെ, ദിവസങ്ങളെ, മണിക്കൂറുകളെ ഒക്കെ തിരുത്തി ഒരു നല്ല നാളേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം എന്ന ഒരാഹ്വാനമാണ് ജാനുവരി എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചത് ക്രിസ്തുമസ് ദിവസം ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിൽ പിറന്ന് ഉണ്ണിയേശുവുമായി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. യേശു ഉള്ള ഒരു ജീവിതം, യേശുവുമുള്ള ഒരു ഹൃദയം, യേശുവുമുള്ള ദിവസങ്ങൾ, അതാണ് പിതാക്കന്മാരുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് പുതുവർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മളിലോട് തന്നെ ഒന്ന് ചോദിക്കണം, എൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ടോ? പുതിയ വർഷത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നത് യേശു മൊത്താണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിന് പോകുന്ന ജോസഫും മറിയമും പെരുന്നാളിന് പോയി തിരിച്ചു വരുമ്പോൾ യേശു അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒരു ദിവസം വഴി പിന്നിട്ട ജോസഫും മറിയമും യേശുവിനെ കാണാതെ ഏക പരിഭ്രാന്തിയിലായി എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറിയം കടന്നുപോയത് വളരെയേറെ പ്രതിസന്ധിയിലൂടെ കൂടിയാണ്. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യൗസേപ്പ് താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മറിയമ്മിനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാലും മറിയം തളർന്നില്ല. കാരണം അവരുടെ ഉദരത്തിൽ യേശു തമ്പുരാൻ വളരുന്നുണ്ടായിരുന്നു. വീണ്ടും മുന്നോട്ട് കടന്നു പോകുമ്പോൾ അനേകം സത്രത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിച്ചിട്ടും ആരും തുറന്നു കൊടുക്കാതിരുന്നിട്ടും മറിയമും ജോസഫും പരിഭ്രമിച്ചില്ല. കാരണം മറിയാമിൻ്റെ ഉദരത്തിൽ യേശു ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ യേശു പിറക്കുകയായിരുന്നു. വീണ്ടും ഉണ്ണിയേശു പിറന്നപ്പോൾ ആരും പരിചരിക്കുവാനില്ലാതിരുന്നിട്ടും ആരും ശുശ്രൂഷിക്കുവാനില്ലാതിരുന്നിട്ടും മറിയമും ജോസഫും പരിഭ്രമിച്ചില്ല. കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരാനന്ദം എന്തെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം അവരേറെ പരിഭ്രമിച്ചു എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് യേശു അവരുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ. യേശു ഉള്ള ഒരു കുടുംബമാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഒരിക്കലും തളരുകയില്ല, തകരുകയില്ല. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നൽകുവാനുള്ള സന്ദേശവും അതുമാത്രമാണ്. യേശുവുള്ള ഒരു കുടുംബം, യേശുവുമൊത്തുള്ള ഒരു വാസം, യേശുവുമൊത്തുള്ള ഒരു സഞ്ചാരം. അതാകട്ടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, യേശുവുമൊത്തുള്ള ഒരു ജീവിതം. പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.